ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനാണെങ്കിൽ യൂട്യൂബിൽ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഒരാളാണ് കേട്ടോ. അപ്പം ഇനി തുടങ്ങി അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഞാൻ കോമഡി വീഡിയോസാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചെറുതായിട്ട് കുക്കിംഗ് വീഡിയോ, മോർണിംഗ് വ്ളോഗൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ടൊക്കെ ചെയ്യാറുണ്ട്. അത് വല്ലപ്പോഴും. അതുകൊണ്ട് തന്നെ വ്യൂസും കാര്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ടി വിയും കണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വിചാരിച്ചത് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനാണെങ്കിൽ സോയാബീൻ കറി വയ്ക്കാറുണ്ട്, വറുക്കാറില്ല. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞാപ്പുലി നമ്മളും ക്ലാസ്സിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സംസാരിച്ച് വെറുപ്പിക്കുന്നില്ല. അപ്പോൾ അടുക്കളയിലാണെങ്കിൽ വെട്ടം കുറവായിരിക്കും കേട്ടോ. മഞ്ഞ ലൈറ്റാണ് ഇട്ടേക്കുന്നത്, അതുകൊണ്ട് തന്നെ വെട്ടം കുറവായിരിക്കും. സൗണ്ടും കുറവാണെന്ന് എനിക്ക് തോന്നുന്നു. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിൻ്റെ കുറച്ച് സോയാബീൻ ഉണ്ട് കേട്ടോ. അത് നമുക്ക് ആദ്യം വെള്ളത്തിലേക്ക് ഇടാം കേട്ടോ. കുതിർത്ത് വെക്കണമല്ലോ. ഒരു 5-10 മിനിറ്റ് നമുക്ക് സാധാരണ വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്തിയെടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് തികയില്ല. അപ്പോൾ ഇച്ചാനാണെങ്കിൽ ഇന്നലെ വേറെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് കുറച്ചും കൂടി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കത് ഒരു 5-10 മിനിറ്റ് മതിയാവും. ചൂടുവെള്ളത്തിലാണ് ഇടുന്നതെങ്കിൽ പെട്ടെന്നാവും കേട്ടോ. അപ്പോൾ ഞാൻ സാധാരണ വെള്ളത്തിലാണ് ഇട്ട് വയ്ക്കുന്നത്. ഒരു 5-10 മിനിറ്റ് വെച്ചെന്നാൽ നല്ലോണം വീർത്ത് വരും കേട്ടോ. അപ്പോൾ അതൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്താൻ വെക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് കാണാം. ഇനി അതൊരു 5-10 മിനിറ്റ് ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് പിഴിഞ്ഞെടുക്കണം. വെട്ടം കുറവാണല്ലേ. അതൊന്ന് കുതിർന്ന് വരട്ടെ. എന്നിട്ട് നമുക്ക് കാണാം. ഒരു 10-15 മിനിറ്റ് ആയിട്ടാ. നമുക്ക് നോക്കാതെ. ഇതുപോലെ ആവും കേട്ടോ. താഴെപ്പോയി ഇതേപോലെ ആവും കേട്ടോ. പ്ലിങ്ങോ എന്ന് പറഞ്ഞാവും കേട്ടോ. നമുക്കിനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. 2-3 പ്രാവശ്യം നമുക്ക് കഴുകാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാമറ എവിടെയെങ്കിലും കൊണ്ട് വെക്കട്ടെ. നന്നായിട്ട് പിഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് കഴുകി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതിനൊരു കുത്തൽ ഇതുണ്ടാവും, ചൊവയുണ്ടാവും. അപ്പോൾ അതൊന്നും പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് പിഴിഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഒരു 3-4 വട്ടം കഴുകേണ്ടി വരും ഇത്. ഇത് ചെറുതായത് കൊണ്ടിട്ട് ഞാനിത് മുറിക്കുന്നില്ല കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ സൈസ്. ഞാനപ്പോൾ ഇത് മുറിക്കുന്നില്ല. മുറിക്കാണ്ട് വറുത്തെടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ടൈം ഏകദേശം ഒരു 12:45 ഇച്ചായനാണെങ്കിൽ ഒരു 1 മണി 1:30 ആകുമ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് വരും. അപ്പോൾ അതിന് മുമ്പ് ഇത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, ബിഗ് ബോസ് കാണാൻ വേണ്ടി പോയി. ബിഗ് ബോസ് വിട്ടുള്ള കളിയില്ല ഗൈസ്. അപ്പം ഞാൻ ഹോട്ട്സ്റ്റാറിലാണ് കാണുന്നതെങ്കിലും എപ്പോൾ വേണമെങ്കിലും കാണാം. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അപ്പം ഞാൻ ഇത്രയും നേരം വരെ ബിഗ് ബോസ് കാണുമായിരുന്നു. ഉണ്ട് വെള്ളത്തിൻ്റെ കളറ് ഉണ്ട് ഗൈസ്. നല്ലോണം തന്നെ കഴുകിയിട്ട് എടുക്കണം.
ആദ്യമായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ ഞാനൊരു ചാനൽ കണ്ടായിരുന്നു, മെഹ്നു ചാനലില്ലേ നമ്മുടെ സഫ, ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊന്ന് അത് കണ്ടപ്പോൾ മുതലാണ് ഓർക്കുന്നത് കേട്ടോ, എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്ന്. എങ്ങനെയാവുമെന്ന് അറിയില്ല, ഇഷ്ടപ്പെടുമോ ഇല്ല എന്നുള്ളത് അറിയില്ല. അപ്പം ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാവേ. മുളക് പൊടി, മഞ്ഞൾ പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിന് ഒരു 2 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇനി ഇതൊന്ന് ഇടയ്ക്കൊന്ന് വായിൽ വെച്ച് നോക്കണം കേട്ടോ. ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് നോക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കാം അടച്ച്. അപ്പോൾ ഇനി ചായ മഞ്ഞയുമ്പോൾ അതൊന്ന് വറുത്തെടുക്കാം നമുക്ക്. അങ്ങനെ 2 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് വറുത്തെടുക്കാമേ. അപ്പം ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമുക്ക് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം ഓയിൽ തന്നെ വേണ്ടി വരും ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓയിലൊന്ന് ചൂടാവട്ടെ കേട്ടോ. ഇനി ഇതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മുരിഞ്ഞ് കിട്ടണം കേട്ടോ. എന്താ ഓയിലൊക്കെ വറ്റിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അത്യാവശ്യം ഓയിലാകും ഈ ഒരു സാധനം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഒന്നും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ടൈമിങ് കണ്ടിട്ട് വറുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും കൂടി ഉണ്ട് ഇനി വറുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊക്കെ എങ്ങനെയാണ് സോയാബിയൊക്കെ വറുത്തൊക്കെ നോക്കിയിട്ടുണ്ടോ? ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കണ്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ലിയാമ്മൾക്കും കുഞ്ഞാപ്പിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി ഒന്ന് വറുത്തെടുക്കണം. മിച്ചായം തന്നെ മുമ്പ് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ ഞാനാണെങ്കിൽ മുടിയൊക്കെ കളർ ചെയ്തിട്ടിട്ടാ ഗൈസ്. ഡയന വെള്ളം കുടിക്കണേടാ. ഇടാ ഡയന കുട്ടി.
ഡയാനക്കുട്ടി ബിസ്ക്കറ്റ് വേണോ? ബിസ്ക്കറ്റ് വേണോ ഡയാന? എന്താ ബിസ്ക്കറ്റ് വേണോ? എന്താ കുട്ടി? എന്താ കുട്ടി? എന്താ കുട്ടി? എന്താ കുട്ടി? ഞാനിപ്പോൾ കുറച്ച് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ. ഇത്രയും വറുത്തിട്ടുള്ളൂ. ബാക്കി ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ വറുത്തെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം കേട്ടോ. നല്ല അടിപൊളിയാണ്. ലിയാമ്മക്ക് മുന്നോട്ടേക്ക് എന്തായാലും ഇഷ്ടവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ.